ആ പറ. മോനെ, നീ എന്തെടുക്കോ? ഞാനിവിടെ ഒന്നും ചെയ്യണില്ല. നീ കുടിച്ചിട്ടുണ്ടല്ലേ? അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇനി കുടിക്കരുതെന്നല്ലേ മോനെ ഡോക്ടർ പറഞ്ഞത്? അയാള് പലതും പറയും. കുടിക്കണത് എന്റെ ഇഷ്ടമാണ്. ഇനിയും കുടിച്ചാൽ അതിനി പ്രശ്നമാവില്ലേ മോനെ? അതെന്റെ ഇഷ്ടം. അത് നിങ്ങളാരും ഇവിടെ ഉണ്ട്. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്നെ തനിച്ചു വിടൂ. അതിന് മോൻ തനിച്ചു തന്നെയാണല്ലോ. അമ്മയുടെ കൂടെ നിൽക്കാൻ പറഞ്ഞാൽ നീ കേക്കില്ലല്ലോ. നീ നിന്റെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്. അപ്പൊ അമ്മ വിളിച്ച കാര്യം പറ. നാളത്തെ ദിവസം എന്താണെന്ന് നിനക്കറിയില്ലേ? ഓ, നാളെ എന്താ? നാളെ ബുധനാഴ്ചയല്ലേ? അപ്പൊ അതും മറന്നു അല്ലേ നീ? നാളെ അല്ലേ നിന്റെ അച്ഛൻ്റെ ആണ്ട്? 1 വർഷമായി. നിനക്കതൊന്നും ഓർമ്മിക്കണ്ടല്ലോ. ആളുകൾ മരിക്കുമ്പോൾ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും പോകും. അതിനിപ്പോ എന്താ? മരിച്ചത് നിന്റെ അച്ഛനാണ്. ഒരു മകനായ നിനക്ക് കുറച്ച് കടമകളൊക്കെ ഉണ്ട്. എന്ത് കടമ? ഞാനൊന്നും പറയുന്നില്ല. നീ ഇപ്പോൾ ബോധത്തോടെ അല്ലല്ലോ. നീ ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടു. അച്ഛന് നാളെ ബലിയിടാനുള്ളതാണ്. ഈ കോലത്തിൽ ഞാൻ എങ്ങനെ വരാനാ? അപ്പോ അച്ഛന് ബലിയിടണ്ടേ? ഇതിലൊന്നും നീ തമാശ കാണിക്കരുത് കേട്ടോ. നീ ഇപ്പൊ തന്നെ ഇങ്ങ് പോര്. രാവിലെ ആകുമ്പോ എല്ലാം ശരിയാകും. ഇവിടെ ഏട്ടന്റെ മോൻ ഉണ്ടല്ലോ. അവ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ ഇങ്ങ് വന്നാൽ മാത്രം മതി. ശ്യാമുണ്ടല്ലോ എല്ലാത്തിനും. പിന്നെ അവരെ കൊണ്ടൊക്കെ ചെയ്യിച്ചാൽ മതിയല്ല. അവന്റെ അല്ല, നിന്റെ അച്ഛനാണ്. അത് ഓർമ്മ വേണം. അതുമല്ല, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്. ഞാനിവിടെ ഒറ്റയ്ക്കാണെന്നുള്ള വല്ല ബോധമുണ്ടോ നിനക്ക്? മോനെ, മോനെ, മോനെ. അച്ഛൻ എന്താ ഇവിടെ? കൊള്ളാല സാധനം. ഇതടിച്ച ആത്മാക്കളെ കാണാൻ പറ്റും അല്ലേ? സാധനം കൊള്ളാം. ഇനി എനിക്ക് തോന്നണമെന്നല്ലാണ്. അല്ല മോനെ, നിന്റെ തോന്നലൊന്നുമല്ല. നീ എന്നെ ശരിക്കും കാണുന്നുണ്ട്. ഏതായാലും അച്ഛനെ കാണാൻ കഴിഞ്ഞല്ല. സന്തോഷം. അമ്മ വിളിച്ചിരുന്നു അല്ലേ? എന്തേ വീട്ടിൽ പോയിരുന്നേ? അപ്പൊ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അമ്മ പറഞ്ഞതായിരിക്കും അല്ലേ? അമ്മ എങ്ങനെ പറഞ്ഞു? ഫോൺ വിളിച്ചു പറഞ്ഞ? നിനക്കിപ്പോഴും ബോധം വന്നിട്ടില്ല. നീയല്ലേ അമ്മയെ വിട്ടുപോയത്? ഞാനിപ്പോഴും അവളുടെ കൂടെ തന്നെ.
എന്തായാലും അമ്മ ഒറ്റയ്ക്കല്ലല്ലോ, സന്തോഷം. എല്ലാം പോട്ടെ, നീ വാ. അമ്മ അവിടെ കാത്തിരിപ്പുണ്ട്. ഞാൻ വരുന്നില്ലെന്ന് അമ്മയോട് ഇന്നലെ പറഞ്ഞതാ. അച്ഛൻ വിട്ടോ? ഇല്ല, ഞാൻ നിന്നെയും കൊണ്ടേ പോന്നുള്ളൂ. എന്താ ഭീഷണിയാണോ? എന്നാ നോക്കാല, മനുഷ്യനാണ് ആത്മാവിനാണ് പവർ കൂടുതലെന്ന്. മോനെ, ഞാൻ മരിക്കുമ്പോൾ നിന്റെ അമ്മയുടെ കൂടെ നീ കാണുമെന്ന് എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇനിയെങ്കിലും നീ വാശിക്കള. പോ, നമുക്ക് അമ്മയടുത്ത് പോകും. ഇത് വലിയ ശല്യമായില്ല. ആ, അച്ഛൻ കേട്ടോ, ഞാൻ എൻ്റെ വണ്ടിയിൽ വരാം. പിന്നെ ആത്മാക്കൊക്കെ സഞ്ചരിക്കാൻ വണ്ടിയൊന്നും വേണ്ടല്ലേ. എന്തായാലും ഇതും കൂടെ ഫിനിഷ് ചെയ്തിട്ടോ. ഇതെവിടെ ഇരുന്നിട്ട് ആര് പിടിക്കാന്? മോനോട് പറഞ്ഞതല്ലേ മദ്യവെക്കരുതെന്ന്. അമ്മയ്ക്ക് നീ ആരാ കൂട്ടുള്ളത്? അച്ഛൻ ഞാൻ ഇനിയൊരു തിരിച്ചുപോക്കില്ല മോനെ. ഇനിയെങ്കിലും അമ്മയുടെ കൂടെ നിന്നൂടെ?